ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഫേഷ്യൽ കിറ്റാണ്. ഇത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റാണ്. അതിനകത്ത് വരുന്ന ഒരു 5 പ്രോഡക്റ്റാണ്. ക്ലെൻസർ, സ്ക്രബ്, ടോണർ, ക്രീം, പിന്നെ ഒരു മാസ്ക്. ഇങ്ങനെ ഒരു 5 പ്രോഡക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ പ്രകടനം. അപ്പോൾ ആദ്യം നമുക്കൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. എപ്പോഴും നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസർ എടുത്തിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യാം. ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതാണ്. എന്നാലും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ക്ലെൻസറാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ക്രബാണ്. ഇതിലൊരു സ്ക്രബാണ് രണ്ടാമത് വരുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒരു 2-3 തുള്ളി എടുത്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ്ബർ നമ്മുടെ ഫേസിലുണ്ടാകുന്ന നമ്മുടെ ഈ ചെറിയ ചെറിയ കുരുക്കളും, അതായത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇതൊക്കെ പോകാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് നമ്മുടെ മൂക്കിൻ്റെ താഴെയും താടിയുടെ സൈഡിലൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ടോണറാണ്. ഇത് നമുക്ക് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ സർക്കുലേഷൻ മോഡലിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തൊരു ഫംഗ്ഷനൊക്കെ പോയിട്ട് മുഖമൊക്കെ കരിവാളിച്ചിരിക്കുമായിരുന്നു. വെയിലത്തൊക്കെ പോയിട്ട് നന്നായിട്ട് കരിവാളിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റാനായിട്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. ഇനി നമുക്കിത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. ഇനി 4ാമത്തെ പ്രോഡക്റ്റ് ഒരു ക്രീമാണ് തരുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 12 to 15 മിനിറ്റ് നമുക്കിത് മുഖത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. എപ്പോഴും നമുക്ക് വാഷ് ഔട്ട് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്യണമെന്നില്ല, വൈപ്പ് ചെയ്ത് കളയാം. ബാക്കി എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം. ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെ ഫേഷ്യൽ കിറ്റൊക്കെ മേടിച്ച് ഒരു മാസത്തിൽ 2 തവണയൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന കരിവാളിപ്പും കുരുക്കളും പാടുകളൊക്കെ മായ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. ചിലരൊക്കെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് പൾപ്പാക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, എപ്പോഴും അത് നമുക്ക് കിട്ടണമെന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കിറ്റ് മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. ഞാനിത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാനീ വീഡിയോ ഇട്ടത്. നമ്മൾ ഏത് ഫേഷ്യൽ ഉപയോഗിച്ചാലും നമുക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. ഒന്നുകിൽ നമുക്ക് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പൂർണ്ണമായൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫൈനലി ഉള്ളത് ഒരു മാസ്കാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എടുത്തിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 12 to 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഈ ഒരു കിറ്റ് വെച്ചിട്ട് 2-3 പേര് ചെയ്തു കേട്ടോ. ഇത് നമുക്കൊക്കെ ഫംഗ്ഷന് പോകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ശേഷമോ ഒക്കെ നമുക്ക് ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരു 2 ദിവസം മുന്നേക്ക് നമുക്ക് അപ്ലൈ ചെയ്താൽ കറക്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ, ഉറപ്പാണ്. ഞാനിത് യൂസ് ചെയ്തത് കൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് കരിവാളിച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം. ഞാനിത് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.